ഒരു കിഡിലൻ ബ്ലാക്ക് ഫോർച്യൂണറുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. യെസ്, ഈ കാണുന്ന പുലി കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ. എന്തായാലും കറുപ്പ് കുറച്ച് റയറാണ് കിട്ടാൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു വണ്ടി കണ്ടപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷനിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. 2015 മോഡലാട്ടോ ഈ വണ്ടി. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 2 ലക്ഷത്തിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. ഏകദേശം 2,10,000 അടുത്തെന്തോ കിലോമീറ്റർ ആയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. 2023 ഡിസംബർ മാസം വരെ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. 2,02,000 ആ റേഞ്ചിൽ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. എല്ലാ വർക്കും കമ്പനി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ ഓൾമോസ്റ്റ് ഔട്ടറൊന്നും നമുക്ക് നോക്കാം. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. കുറച്ച് ബമ്പറിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടിയുള്ളത്. നല്ലൊരു ഷേപ്പുള്ള വണ്ടിയാണ് കേട്ടോ. സൈഡിലെ വ്യൂ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പുറകിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ബോഡി തന്നെയാണ് ഈ ഒരു ഫോർച്യൂണർ നിലവിലുള്ളത്. യെസ്, പുറകുവശമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പുറകും തുടങ്ങാം. സീറ്റൊക്കെ ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഡിക്കി തുറന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു സൈഡിലെ വ്യൂ ഒക്കെ നോക്കാം. യെസ്, ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്ഡ് ഒന്നുമില്ല. ഒറിജിനൽ ഡിക്കി തന്നെയാണ് വണ്ടിയുടെ മുകളിലുള്ളത്. നമ്മളെപ്പോഴും തുറന്നു നോക്കുന്ന പോലെ തന്നെ ഈ ഭാഗം തുറന്നു നോക്കിയേക്കാം. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിലും ഈ സൈഡിൽ വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. പഞ്ചിങ്ങൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഡിക്കി അതുപോലെ തന്നെ പുറകുവശം ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇനി ഡിക്കി ഗ്ലാസ് നോക്കണം. ഡൽഹി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് നോക്കേണ്ടതായിട്ടുണ്ട്. ടൊയോട്ടയുടെ എംബ്ലം ഉണ്ട്. ഏതായാലും ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ റീപ്ലേസ് ആയിട്ട് കമ്പനിയിൽ നിന്ന് മാറിയതാണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ടൊയോട്ടയുടെ ഗ്ലാസ് തന്നെയാണ് സൈഡിൽ കിടക്കുന്നത്. ഇതും ടൊയോട്ടയുടെ ഗ്ലാസ് തന്നെയാണ്. ഇപ്പോൾ ഫോർച്യൂണറിനെ സംബന്ധിച്ച് പുറകത്തെ ഗ്ലാസിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഈ 2 സൈഡത്തെ ഗ്ലാസിൻ്റെ മുകളിലും ഇയറോ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. 2015 തന്നെയാണ് ഈ ഗ്ലാസും. അതുപോലെ തന്നെ ഈ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇതും ഒറിജിനൽ ഡോറ് തന്നെയാണ്. നമുക്ക് ഈ ഒരു പേസ്റ്റിങ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒറിജിനൽ ആണോ അല്ല എന്നുള്ളത്. മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പേസ്റ്റിങ് ഉണ്ടാവില്ല. ഇൻറ്റീരിയർ നോക്കിക്കോളൂ, നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ. റൂഫൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. പിന്നെ വണ്ടിയുടെ ഉൾഭാഗം കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ അത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് അറിയാം നല്ല അടിപൊളി ഫിനിഷിങ് തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഇത് 2015 തന്നെയാണ്, റീപ്ലേസ്ഡ് അല്ല. ഈ ഡോറും ഒറിജിനൽ ഡോറ് തന്നെയാണ്, ഇതും മാറിയിട്ടില്ല. ഇതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കാണാനാണ്. ഞാൻ അതിൽ കീ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. 2,10,836 ഓടിയിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസിൽ ഓടിയ വണ്ടിയാണ്. വർക്കിങ്ങൊക്കെ ഞാൻ കേൾപ്പിച്ചിരുന്നു. നല്ല അടിപൊളി കിടിലം വർക്കിങ്ങാണ്. ഡാഷ്ബോർഡൊക്കെ ഉണ്ട്, എന്ത് ഫിനിഷിങ്ങാണ് നോക്കിയാൽ. ഡോർ പാഡ് കാര്യങ്ങൾ നോക്കുക. സീറ്റിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ചുളിവുണ്ട്, കാരണം റെക്സിനാണ്, ലെതറാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ചുളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗിയർ നോബ് ആണെങ്കിലും ഈ സ്റ്റിയറിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പീസ് മാത്രമേ ഒരു മാറ്റി ചെയ്തായിരിക്കും. കാരണം 2 lakh ഓടുമ്പോഴത്തേക്കും ഒരുവിധം ഫോർച്യൂണറിൻ്റെ ഒക്കെ ഇതെന്തായാലും ഒരു കളർ ഫെയ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും മാറ്റിയതായിരിക്കും. പക്ഷേ സ്വിച്ച് കാര്യങ്ങളൊന്നും അത്രയൊന്നും ഫെയ്ഡായിട്ടില്ല. അപ്പോൾ ഈ ഡോറും ഓക്കെയാണ് കേട്ടോ, പെർഫെക്റ്റാണ്. പിന്നെ ഈ ഒരു സൈഡിലെ ബോഡിയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനങ്ങനെ കണ്ടത് നോക്കിപ്പോൾ. കാരണം ബ്ലാക്ക് ഫോർച്യൂണർ ഒരു ഹരം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കൂടുതലും വൈറ്റ് ഫോർച്യൂണറാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോർച്യൂണറാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടയർ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 80% ടയർ പറയാൻ പറ്റും. ഡൺലോപ്പിൻ്റെ ടയറാണ്. 80-90% ടയർ പറയാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പുറകിലെ ടയറാണെങ്കിലും നമുക്ക് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉള്ള ഇത് തന്നെയാണ് കേട്ടോ. ഈ വണ്ടിയുടെ ആ സൈഡിലും എല്ലാ ടയറും ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ നോക്കിയിരുന്നു. നമുക്കൊരു 90% മുകളിൽ ടയർ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ബമ്പറിൻ്റെ ഉള്ള ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി നമുക്ക് എൻജിൻ റൂം. യെസ്, ഫോർച്യൂണറിൻ്റെ ബോണറ്റ് പൊന്തിക്കാൻ ഒരാൾ കൂടി വേണം. ഏതായാലും ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ആദ്യം തന്നെ ബോണറ്റ് നോക്കാം. ഇത് ഒറിജിനൽ ബോണറ്റ് തന്നെയാണ്. ഇത് കമ്പനി സർവീസ്, ഞാൻ പറഞ്ഞില്ല, ഫുൾ കമ്പനി സർവീസ് തന്നെയായതുകൊണ്ട് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കമ്പനി തന്നെ മാറ്റി പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും കമ്പനി തന്നെ അത് സർവീസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്തെങ്കിലും മേജർ ആക്സിഡൻറ്റ് ഉണ്ടോ ഉള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ പഞ്ചിങ് മാർക്കൊക്കെ ഏതായാലും കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു
റേഡിയേറ്റർ സപ്പോർട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ മാറ്റിയതായിട്ടോ അല്ലെങ്കിൽ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇവിടെയൊക്കെ ചെറിയ തട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ എന്തായാലും ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അടിയിലെ ക്രോസ് ബമ്പർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യെസ് അതൊന്നും റീപ്ലേസ്ഡ് അല്ല, ഒറിജിനൽ തന്നെയാണ്. എഞ്ചിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി കൊണ്ടു നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നില്ല. എല്ലാം ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. നല്ലൊരു ബാറ്ററി വണ്ടിയിലുണ്ട്, ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാവും. ഈ ഒരു സൈഡിലാണെങ്കിലും വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ക്ലാമ്പ് ലെഗ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡൽഹിയെ സംബന്ധിച്ച് അതൊന്നും വലിയൊരു സംഭവമല്ല. ഞാൻ ഏതായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സൗണ്ടും കൂടി നിങ്ങൾ കേൾപ്പിച്ചു തരാം. യെസ്, വണ്ടി ഏതായാലും ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല സ്മൂത്ത് വർക്കിംഗ് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? മണിയടിക്കുന്ന സൗണ്ടൊന്നുമില്ലല്ലോ. സാധാരണ ചില ഫോർച്യൂണറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലിഞ്ചിലിന്ന് പറഞ്ഞ് മണിയടിക്കുന്ന സൗണ്ട് കേൾക്കുക. ഏതായാലും അങ്ങനത്തെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ടൊയോട്ട ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ 5 ലക്ഷമോ എത്ര ലക്ഷം വേണമെങ്കിലും ടൊയോട്ട ഡീസൽ എഞ്ചിൻ ഓടും. അത് നമ്മുടെ നാട്ടിലെ പല ആളുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് വേറെ ഓയിലിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഉൾഭാഗം നോക്കിയാൽ തന്നെ അറിയാം, എഞ്ചിൻ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ റൂം തന്നെയാണ്. സൗണ്ടും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഏതായാലും അറിയാം. ഏതായാലും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിഡിലൻ ഫോർച്യൂണറാണ്. ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തേക്കട്ടെ ഇനി. അപ്പോൾ നമുക്കിനി ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ ഒരുവിധം എല്ലാവിധ കാര്യങ്ങളും ഞാൻ ഏതായാലും വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ടയർ, ഞാൻ കണ്ട 5 ടയർ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സൈഡത്തെ ടയർ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഒരു 90% ടയർ ഇപ്പോൾ ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലെ ടയർ നമുക്ക് പറയാൻ പറ്റും. ഇത് ഡൺലോപ്പിൻ്റെ ടയർ തന്നെയാണ്. ഈ പുറകത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഇതും ഓൾമോസ്റ്റ് ഒരു 90% ടയർ തന്നെയുണ്ട്. പിന്നെ സ്റ്റെപ്പിനി അതും ഉണ്ട് ഒരു 90%. യെസ്, ഇപ്പോൾ വീഡിയോയിൽ കാണുമെന്നറിയില്ല. ഏതായാലും ഇതാ കണ്ട, ഇതും ഒരു 90% ടയറുണ്ട്. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ടയറിനൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ടയറിനൊക്കെ അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് നമുക്ക് വരും. ഇപ്പോൾ 5 ടയറും തീർന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടയർ മാറ്റേണ്ടി വരും. അപ്പോൾ 5 ടയർ മാറ്റുമ്പോഴത്തേക്കും നല്ലൊരു പൈസ നമുക്ക് ടയറിന് വേണ്ടിയിട്ട് ചിലവാക്കാനുണ്ടാവും. അപ്പോൾ ഏതായാലും ഈ ഒരു വണ്ടിയുടെ മുകളിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്കിതിൻ്റെ വില കാര്യത്തിലേക്ക് കടക്കാം. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് വാഹനം, 2,10,000 കിലോമീറ്റർ ഓടി, ഫുൾ കമ്പനി സർവീസ്. അത് ത്രൂ ഔട്ട് കമ്പനി സർവീസ് തന്നെയാണ്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഈ വാഹനത്തിൻ്റെത് മാറിയിട്ടുണ്ട് കേട്ടോ. അതും ടൊയോട്ടയിൽ തന്നെയാണ് മാറിയിട്ടുള്ളത്. ഹിസ്റ്ററി എടുത്ത സമയത്ത് ഞാൻ നോക്കിയിരുന്നു, 2021 മാറിയിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ ടൊയോട്ട ഗ്ലാസ് തന്നെയാണ് നിലവിൽ കിടക്കുന്നത്. വേറെ ബോണറ്റോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. വില 11,75,000 രൂപയാണ് ഈ മുതൽ സ്വന്തമാക്കാനായിട്ട് കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു റേറ്റ് ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊരു നെഗോസിയേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നേരിട്ട് ഒന്ന് ഓണറായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഇനി റേറ്റ് കുറയാനുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 11,70,000 കിട്ടിയാലേ കൊടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 2,10,000 ഓടി 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ. വീഡിയോ ആയാലും മൈൻഡപ്പ് ചെയ്യാമല്ലേ? ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ഒരുവിധം ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു കിഡിലിന് ബ്ലാക്ക് ഫോർച്യൂണറാണ് കേട്ടത്. അപ്പോൾ ഏതായാലും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഇതുപോലുള്ള കിഡിലിൻ ഫോർച്യൂണറുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.